നമസ്കാരം. നമ്മുടെ നെയ്ബറിംഗ് കൺട്രി ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു വലിയ പ്രൊട്ടസ്റ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് ഫേസ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റ് എന്നും ഇഷ്യൂ എന്നും വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഇന്നത്തെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നതിൽ 90% സ്റ്റുഡൻസ് ആണ്. പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സോ ലീഡേഴ്സോ അങ്ങനെയുള്ള ആരുമല്ല, സ്റ്റുഡൻസ് ആണ് പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം വളരെ പീസ്ഫുൾ ആയിട്ടായിരുന്നു തുടങ്ങിയത്, അതൊരു വയലന്റ് നേച്ചറിലേക്ക് മാറി. ഇപ്പോൾ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ആണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ കട്ട് ചെയ്തേക്കാണ്. അവിടെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വരെയുണ്ട്. കുറച്ചും കൂടി ഗുരുതരമായി കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റിന്റെ കയ്യിൽ പോലും നിൽക്കത്തില്ല. അത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ ഒരു പ്രൊട്ടസ്റ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ 133 ആൾക്കാരാണ് പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ട് മരണപ്പെട്ടത്. അപ്പൊ എന്താണ് ഇത്രയധികം സ്റ്റുഡൻസ് നിരത്തിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? എന്തിന്റെ പേരിലാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അവർ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന റിസർവേഷൻ സിസ്റ്റത്തിന് എഗിനസ്റ്റ് ആയിട്ടാണ്. ആ റിസർവേഷൻ സിസ്റ്റത്തിന്റെ ചാർട്ട് ഞാൻ കാണിക്കാം. ഇതാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 1% ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നു, 5% മൈനോറിറ്റീസിന് വേണ്ടിയിട്ട്, 10% സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും, 10% എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന ജില്ലകൾക്ക് വേണ്ടിയിട്ട്, പിന്നെയുള്ള 30% അതാണ് ഏറ്റവും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഫ്രീഡം ഫൈറ്റേഴ്സിനും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 56% ഗവൺമെന്റ് ജോബുകളും അല്ലെങ്കിൽ 56% വേക്കൻസികളും ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്? റിസർവേഷന് വേണ്ടി കൊടുത്തേക്കാണ്. ബാക്കി 44% മാത്രമാണ് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ഡിസ്ക്രിമിനേഷൻ ആണ്, ഇൻജസ്റ്റിസ് ആണ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡിസ്ക്രിമിനേഷനും ഈ ഒരു ഇൻജസ്റ്റിസിനും എതിരായിട്ടാണ് ഈ സ്റ്റുഡൻസ് എല്ലാം പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് എക്സാം വന്നു. ആ ഗവൺമെന്റ് എക്സാമിൽ 56% വേക്കൻസി ആർക്ക് വേണ്ടിയിട്ടാണ്? റിസർവേഷന് വേണ്ടിയിട്ടാണ്. ഈ റിസർവേഷൻ വേക്കൻസികളിലേക്ക് ആള് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റിസർവേഷൻ ആയിട്ട് കിടക്കുന്ന സീറ്റുകൾ വേക്കന്റ് ആയിരുന്നാൽ പോലും സാധാരണ ആൾക്കാരെ, ജനറൽ പബ്ലിക്കിനെ ആ സീറ്റിലേക്ക് എടുക്കില്ല. അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ആ സീറ്റുകൾ വേക്കന്റ് ആയിട്ട് തന്നെ ഇട്ടേക്കും. സാധാരണ ആൾക്കാർ എന്ത് ചെയ്യുവാണ്? ഇവിടെ ജോലി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കാണ്. അപ്പൊ അതൊരു വലിയ ഇഷ്യൂ ആണ്. ഗവൺമെന്റ് സോൾവ് ചെയ്യാതെ ഇട്ടേക്കുന്ന ഒരു ഇഷ്യൂ ആണ്. 2018 ഈ ഒരു റിസർവേഷൻ സിസ്റ്റം ഒരു പ്രൊട്ടസ്റ്റിനെ തുടർന്നിട്ട് കോടതി ക്യാൻസൽ ചെയ്തതാണ്. പക്ഷെ പിന്നെ 2024 കഴിഞ്ഞ മാസം കോടതി പിന്നെയും അത് റീഇൻസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡിസ്ക്രിമിനേഷൻ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഒക്കെ ആദരിക്കാം, പക്ഷെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫാമിലി മെമ്പേഴ്സിനെ, അതായത് മക്കളെ, കൊച്ചുമക്കളെ, അങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ അവർക്കെല്ലാം റിസർവേഷൻ ഒരുക്കി വെക്കണം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള നടപടിയാണോ? അല്ല. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയത് 1971 ഇപ്പൊ 2024 അതായത് 53 വർഷം കടന്നുപോയി. ഈ 53 വർഷങ്ങൾക്ക് ശേഷവും ഈ റിസർവേഷൻ സിസ്റ്റം അതേപോലെ നിലനിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ആ ഒരു 30% എടുത്തു മാറ്റേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നമുക്കിപ്പോ ഈ റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കേണ്ട ഒന്നല്ല. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത്. എന്നാൽ രാജ്യം പുരോഗമനത്തിലേക്ക് എത്തുന്തോറും കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ കാലത്തിന്റെയും സമയത്തിന്റെയും സിറ്റുവേഷന്റെയും സാഹചര്യത്തിന്റെയും മാറ്റങ്ങൾക്കനുസരിച്ച് റിസർവേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ അത് മൂവബിൾ ആയിരിക്കണം, ചേഞ്ചബിൾ ആയിരിക്കണം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയ റിസർവേഷൻ സിസ്റ്റം മൂലം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകും. അതെന്ത് ചെയ്യും? സ്റ്റുഡൻസിന്റെ ഇടയിലും നമ്മുടെ ജനങ്ങൾക്കിടയിലും ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിക്കും. അതാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബംഗ്ലാദേശിലെ ഡിയർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന എന്താണ് ചെയ്യുന്നത്? ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന സ്റ്റുഡൻസിനെ ട്രേറ്റേഴ്സ് ആയിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത് അവർ രാജ്യദ്രോഹികളാണ്, ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി പ്രതിപക്ഷവുമായിട്ട് ചേർന്നിട്ടാണ് ഇത്രയധികം സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ ആവശ്യം എന്താണ്, അത് ജെന്യുവിൻ ആണോ എന്ന് നോക്കിയിട്ടല്ലേ കാര്യങ്ങൾ നടത്തേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വിലയിരുത്തലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ രാജ്യത്തിന്റെ കാര്യം കഷ്ടത്തിലാകും എന്നുള്ളതിനോട് തെളിവാണ് ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ അടിച്ചമർത്തുവാണ്, അതായത് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ആണ്. സ്റ്റുഡൻസിനെതിരെയാണ് ഈ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിക്കണം. അവിടെയുള്ള ഭാവി വാഗ്ദാനങ്ങളാണ് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഉറപ്പായിട്ടും ഇത് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് തോന്നും. അവർ പഠിച്ചിറങ്ങുന്ന സമയത്ത് ജോലി കിട്ടിയില്ല, ഈ ഒരു കാരണത്താൽ ജോലി കിട്ടുന്നില്ല, സീറ്റുകൾ ഒരുപാട് വേക്കന്റ് ഉണ്ട്, പക്ഷെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ? അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതാണ് ഇനി ഈ ലോകം ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ഗവൺമെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ റിസർവേഷൻ സിസ്റ്റം, എനിക്ക് തോന്നുന്നു ആ റിസർവേഷൻ സിസ്റ്റം ഒക്കെ എടുത്ത് മാറ്റേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. 30% റിസർവേഷൻ സിസ്റ്റം എടുത്ത് മാറ്റിയാൽ 30% ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം. ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ഏകദേശം ഇപ്പം അവരുടെ ആ ഒരു കാലം കഴിഞ്ഞു കാണും. അവരുടെ മക്കൾക്കും വേണമെങ്കിൽ റിസർവേഷൻ കൊടുക്കാം. അതിനുശേഷം അവരുടെ കൊച്ചുമക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും മരുമക്കൾക്കും മക്കൾക്കും എല്ലാം റിസർവേഷൻ കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ല, ഒട്ടും ശരിയായിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം അതൊക്കെ എടുത്ത് മാറ്റി ചേഞ്ചസ് വരുത്തണം.
ഓരോ കാലത്തിനും ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് റിസർവേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തിൽ ഒരു വലിയ ഇൻജസ്റ്റിസിനും ഡിസ്ക്രിമിനേഷനും കാരണമാകും. ആ ഡിസ്ക്രിമിനേഷൻ മൂലം എന്താണ് സംഭവിക്കുക? ഈ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടാകും. അപ്പൊ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്.